ഹലോ ഗൈസ്, ഇത് കണ്ട കാശ്മീരിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇതുപോലെയുള്ള കുറേ ചെടികളുണ്ടാവും. ഇത് അടിപൊളി റോസാപ്പൂവാണ് കേട്ടോ. ദി ബൈക്ക് ഷോപ്പ് 100 എന്ന ചാനലിലെ എക്കയിലും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കാശ്മീരിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഇന്നിപ്പോൾ നമ്മൾ പോകാനിരിക്കുന്നത് സോൺമാർഗ് എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഏകദേശം നമ്മളിപ്പോൾ ശ്രീനഗറിലാണ് ഉള്ളത്. ശ്രീനഗറിൽ നിന്നും ഏകദേശം ഒരു 80-90 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തോട്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് നമ്മൾ വരുന്ന സ്കാനിയ ബസ്സിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ട്രാവൽസുകാരുടെ തന്നെ വേറെ ലോക്കൽ വണ്ടിയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം നമുക്ക് യാത്രാ ടൈം എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്കിനി പോകുമ്പോഴുള്ള സൈഡ് കാഴ്ചകളും ഓരോരോ വിശേഷങ്ങളും നമുക്ക് കാണാം. ഓക്കെ. ജമ്മു കാശ്മീരിലെ ഗാന്ദർബൽ ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് സോനാമാർഗ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2800 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗ് ഒരു ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ജിൽഗിറ്റിനൊപ്പം കാശ്മീരിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന പുരാതന സിൽക്ക് റോഡിലെ ഒരു കവാടം കൂടിയായിരുന്നു ഇത്. ഞങ്ങളിപ്പോൾ ഒരു കുതിര സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, മഞ്ഞുമല കണ്ടോ. അപ്പം ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇതിപ്പോൾ സോനാമാർഗ്, അതാണ് സ്ഥലത്തിൻ്റെ പേര്. സോൺമാർഗിൽ ഒരു സ്ഥിരമായ ഒരു കുടിയേറ്റ കേന്ദ്രമില്ല. എന്നതുപോലെ തന്നെ കനത്ത മഞ്ഞുവീഴ്ചയും ഹിമപാതവും കാരണം ശൈത്യകാലത്ത് ഇവിടേക്കുള്ള പ്രവേശനവും അസാധ്യമാണ്.
നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നല്ലെങ്കിൽ ഈ മഞ്ഞ് വീഴ്ച ഉള്ളിടത്തോട്ട് നമ്മൾ നടന്നു പോകേണ്ടി വരും. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട്. മഞ്ഞ് വീഴ്ച കാണാൻ പറ്റുന്ന സ്ഥലത്തോട്ട് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 കിലോമീറ്ററോളം നമുക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരു കുതിരസവാരി നമുക്ക് ലഭ്യമാണ്. പക്ഷേ കുതിരസവാരിക്ക് നല്ലൊരു റേറ്റ് അവർ ചോദിക്കും. ഏകദേശം ഒരാൾക്ക് 3000 തൊട്ട് 2000 വരെയാണ് അവർ പറയുന്നത്. പിന്നെ നമ്മളത് ബാർഗെയിൻ ചെയ്ത് നമ്മളത് കുറപ്പിക്കേണ്ടി വരും. ഞങ്ങൾ പോകുന്ന സമയത്ത് വിനോദസഞ്ചാരികൾ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ബാർഗെയിൻ ചെയ്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ ആ ഒരു കുതിര സവാരി നമ്മൾ ചെയ്താണ് നമ്മൾ അവിടം വരെ എത്തിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മഞ്ഞ് വീഴ്ചയുള്ളിടത്തോട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ സ്കാനിയ ബസ്സിലാണല്ലോ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഞങ്ങളൊരു 10-40 പേരടങ്ങിയ ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സ്ഥലത്ത് ഞങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ 10-40 പേര് എന്തായാലും അവർ ഒഴിവാക്കി വിടുകയില്ല. അപ്പോൾ എങ്ങനെ കളിച്ചാലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബാർഗെയിനിങ് അവിടെ നടക്കും. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു കച്ചവട സ്ഥലത്ത് ചെന്നാലും നമുക്ക് അത്യാവശ്യം നമ്മൾ ഗ്രൂപ്പോടുകൂടിയാണ് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല വിലക്കുറവിൽ നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഒറ്റക്കൊക്കെയാണ് നമ്മൾ ചെല്ലണമെങ്കിൽ ഈ പറഞ്ഞ റേറ്റിലൊന്നും നമുക്ക് സാധനങ്ങൾ കിട്ടത്തില്ല. ഞങ്ങൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കും. അതുപോലെ തന്നെ പുറത്ത് ഹോട്ടലിലാണെങ്കിലും നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊരു ഗ്രൂപ്പായിട്ട് വന്നതിൻ്റെ ഒരു പ്രയോജനമായിട്ട് നമ്മൾ കരുതുന്നു. ആ കുതിരപ്പുറത്തിരിക്കുന്ന രണ്ടുപേരും ഞാൻ നോക്കാൻ വീഡിയോയിൽ കിട്ടും.
അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ബാർഗൻ ചെയ്യാം. നോർമൽ ചാർജ് വന്നിട്ട് 2000 ആണ്. മൊത്തം പാക്സ് ആയിട്ട് വരികയാണെങ്കിൽ 10,000 കിട്ടും. 8 പേർക്ക് ട്രാവൽ ചെയ്യാം. പിന്നെ വേറെ ആരെങ്കിലും ഞങ്ങൾ വേറൊരു ഫാമിലി ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ ടോട്ടൽ ഞങ്ങൾക്ക് 5,000 ഉണ്ട്. പക്ഷേ വേർത്താണ്. 8.5 കിലോമീറ്റേഴ്സോളം ഉണ്ട്. ലൈക്ക് സേഫാണ്. ലൈക്ക് അവരുടെ ഗൈഡ് ഉണ്ടാവും, വീഡിയോ കവറേജ് ഉണ്ടാവും, നമുക്ക് ലൈവ് വീഡിയോ ഫുള്ള് നമുക്ക് തരും, ഫോട്ടോസ് തരും. സോ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഉണ്ട്. എന്നാലും സേഫാണ്. അവർ 3 ഗൈഡ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി അവർ വന്നിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്തോളും. പിന്നെ ഫുൾ റോപ്പ് ഉണ്ടാവും, നമ്മുടെ കയ്യിൽ റോപ്പ് ഇത് ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ ഫ്ലോ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ സേഫാണ്. ബട്ട് സീസൺ ഞങ്ങളുണ്ട് ഒരാഴ്ചയായിട്ട് ഇവിടെ.